ഹായ് ഹലോ, നെയ്യാർ ഫ്രീക്ക് കാണുന്ന എല്ലാ മച്ചന്മാർക്കും നമ്മളുടെ ഏറ്റവും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഞാനും ജോസ്മോനും കൂടെ രാവിലെ വിനോദണ്ണനും ഉണ്ട്. വന്നോടെ തന്നെ കയറി. അതെ, ആത്മാർത്ഥതാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 4:30 മണി കഴിഞ്ഞതേ ഉള്ളൂ. 4:30 മണി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ. പറ. അപ്പം നമ്മൾ രാവിലെ 4:30 ആയപ്പോൾ എത്തിയല്ലേ? അതെ. പുഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പുഴുക്കെന്ന് പറഞ്ഞാൽ എന്താ അതിനെ പറഞ്ഞേ? ഊപ്പാട് വരും. ഊപ്പാട് വരും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഓക്കെ. പിന്നെ നമ്മളെ കുറേ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഏത് ചൂണ്ടയാണ് ഉപയോഗിക്കണതെന്ന് ഓർക്കുക. അതെ, ഏത് ഉപയോഗിക്കാം. അതെ, മീൻ പിടിക്കുന്നതിന്റെ ഇതാണ് സംഭവം. നമ്മളിവിടെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല കേട്ടോ. അതായത് ഒരു ടങ്കീസ് എടുക്കുക, ചൂണ്ട, പരൽ ചൂണ്ട, ചെറിയ ചൂണ്ട. നമ്മൾ മറ്റേ തനാ സിറ്റിയുടെ 40 mm ചൂണ്ടയിൽ ഉപയോഗിക്കുന്നത്. അത് വേറെ ഒന്നുമില്ലെന്ന്, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ടങ്കീസ് വാങ്ങിക്കുക, ചൂണ്ട കെട്ടുക, മറ്റേ ഇത് കെട്ടുക, ഏതാണ് അതിൻ്റെ മറ്റേ ഈയം കെട്ടുക, കൊഞ്ചി വാങ്ങിക്കുക, കൊരുക്കുക, ഇടുക, പിടിക്കുക, മീനുക, കലാസ്. ഇവിടെ വല്ലതും കിട്ടിയടാ രാവിലെ? ചൂടെങ്ങനെയുണ്ട് പറ, അഭിപ്രായം പറ. നമുക്ക് കിട്ടുമെങ്കിൽ തരാം കേട്ടോ. ഹലോ, ഹായ് മച്ചന്മാരെ. നമ്മളെ ഇന്നത്തെ സ്പോട്ട് എന്ന് പറയണത് സൗദി അറേബ്യയിൽ ദമാം, ഖത്തീഫ്, തുർക്കിയ, സനയ വർക്ക്ഷോപ്പിൽ ഏരിയയിലാണ് കേട്ടോ. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പം നമ്മളെ തുർക്കിയ, അതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ ആദ്യം സൂറിൽ പോയി. സൂറിൽ ഒരു രക്ഷയില്ല, മറ്റേ കൊറോണ ആയിട്ട് മീനുകളില്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു പ്രസൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തുർക്കിയിലാണ് ഇന്നത്തെ നമ്മളെ സ്പോട്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. പോയല്ലേ? ജോസ്മോൻ രാവിലെ കിളി പോയി നടക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, സഹിക്കാൻ പറ്റാത്ത പുഴുക്കാട്ടോ. അയ്യോ അല്ലേ, പുഴുക്കാണെന്ന് എന്ത് നമ്മൾ നോക്കട്ടെ കേട്ടോ. വിനോദണ്ണൻ്റെ ആ മീൻ ഇരിക്കണാണെന്ന് വിചാരിക്കും ഇന്നലെ ചൂണ്ടയിൽ കുടുങ്ങിയതാണെന്ന് തോന്നും കേട്ടോ. അപ്പം മച്ചാൻ വരെ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചു കേട്ടോ രാവിലെ. വെള്ളമില്ലെന്നാ. അങ്ങനെ ജോസ് മോനും ആദ്യത്തെ മീനും പിടിച്ചു. നേരത്തെ നീ പിടിച്ചില്ലേ എൻ്റെ വീഡിയോ? നീ നേരത്തെ എടുത്ത്? പിന്നെ ഞാൻ മറ്റേ അത് വെട്ടിക്കൊണ്ടിരിക്കുന്നു ഗോഡൗണിനകത്തിട്ടില്ലേ. നീയാണ് ഇതുപോലത്തെ ഗോഡൗണിനകത്തിട്ട് ഈ മീനില്ലാത്ത മണ്ണും പൊടിയാവണത്. മീൻ കൊണ്ടുവരാം, വല്ല വന്നു പോലെ ഞാൻ അജയണ്ണൻ ചാത്തന്മാരെ വിളിച്ചിട്ട് എറിഞ്ഞിരിക്കുകയാണ്. അതാ കിട്ടി. മീനാണ് അത് നമ്മൾ കളി. പഴയ മീനല്ല, ഈ മീൻ ഭയങ്കര ദേഷ്യം. മീൻ ഉല്ലാസ യാത്രയ്ക്കല്ലേ വന്നിരിക്കുന്നത്. വെറൈറ്റി മീൻ ക്യാമറമാൻ. ഒറ്റ മീൻ ആ മീനെ വച്ചൊരു ഫോട്ടോ എടുക്കും. സത്യം ശിവം ആഴത്തിൻ്റെ അല്ല, മറ്റേ മീൻ ഉണ്ടോ? ഈ മീനൊന്ന് കാണിച്ചു കൊടുക്കാം.
ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് ഇത് മറ്റേ കൊറോണ അല്ലേ? അല്ലല്ലേ, മറ്റേ ലൈൻ ഉണ്ടല്ലോ ഇനി. കൊറോണ അല്ലേ അത്? പോയാ കണ്ടു ഇപ്പൊ പിടിച്ചുതരാം. അയ്യോ പോയടാ, നീ കണ്ടല്ലേ? കണ്ട് അത് വെള്ളത്തിൽ കിടക്കണമെന്ന് തോന്നുന്നു. ചെറിയ മീനൊന്നല്ലേ? പിടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്. സമയം കൂടെ അതിന് എടുക്കാനുള്ള സമയം കൊടുത്തു. ആര് സശിയായി വളരെ പെട്ടെന്ന് കൊണ്ടുപോകണം കേട്ടോ. ബുദ്ധിപരമായിട്ടുള്ള മീനാണ്. ചുമ്മാതല്ലേ സൈഡിൽ നിൽക്കുന്ന കേട്ടാ. സമയം കൊടുക്കാം. ഇത് നമ്മള് വിനോദാണെൻ്റെ സ്റ്റാർ ഫിഷ് ഇതാടന്ന് പൊളയ്ക്കുന്നു. പിടിച്ചിട്ട് തന്നെ കാര്യമാണ്. എടു വളരെ പെട്ടെന്ന് കൊണ്ടുപോണ്ടായി. തീരെ ചെറിയ മീനാണ്, കിട്ടാൻ പാടും. എന്നാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. അവരുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. നെയ്യ ഫ്രീക്കന്മാരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. നെയ്യാർ ഫ്രീക്കന്മാരുണ്ട്. അതിൽ അങ്ങനെ ഒരു മീനിന്റെ ചാനലുണ്ട്, അത് ലൈക്ക് ഇതൊരു വലിയ മീൻ കൂടിയേ. കിട്ടിയ ഇവിടെ ഇവിടെ പെടേ. അയ്യോ മറ്റേ സാധനം വന്നടേ, മറ്റേ സാധനം വന്നടേ. എടാ ഇത് കൊറോണ എടായി. അത് തന്നെ കൊറോണ തന്നെ. കൊറോണ വേറെ മറ്റേ സാധനം ശത്രു. വിനോദണ്ണ രാവിലെ ഉള്ള കൊറോണ മൊത്തം പിടിച്ച് കയറ്റുന്നുണ്ടല്ലോ. കണ്ടോ വിനോദണ്ണ? പോവല്ലേ ഉല്ലാസഗായികേ. അടിപൊളി സാധനം ഇവിടെ. എന്റെ ദൈവമേ, എന്തുവാണിത്? ഇത്രയും വലിപ്പമുള്ള മീനൊക്കെ ഉണ്ടല്ലേ ഇതിന്റെ? പിന്നെ നല്ല തൊടുത്തി കേട്ടാ. ഇത് നീളം നോക്കടാ. കൊള്ളാം. വാവ്, എനിക്ക് ആദ്യമായിട്ട് എത്രയും വലിയ മീൻ കിട്ടണേ തന്നെയല്ലേ? അല്ലെങ്കിൽ ഞാനും ആദ്യമായിട്ട് തന്നെ കാണണം. ഇവിടെ നമ്മൾ സൗദിയിൽ വന്നിട്ട് മീൻ പിടിക്കുമ്പോൾ പിന്നെ ഇവന്റെ കയാബൂസ അല്ലേ? കയാക്കൂസ. ഇത് ചേരിയാണ്, വിനോദിന്റെ കയാബൂസ. എടാ ചേരി എന്നാണോ പറയണേ? ചേരി. ഞാൻ ഷേരി എന്നാണ് പറയണേ. ശരി തന്നെയാണ്, നമ്മൾ പറയുമ്പോഴേക്കും ചേരി എന്ന് പറയും. കൊള്ളാം. വിനോദം കിട്ടി. അതോടെ കൊള്ളാം കൊള്ളാം. പോലെ പോയല്ലേ? ഉണ്ടല്ലോ. സ്റ്റിക്ക് എടുത്തില്ല കേട്ടാ. സ്റ്റിക്ക് വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നോക്കിയിരിക്കുമ്പോഴേക്കും മീൻ കിട്ടുന്നില്ല. പിന്നല്ലാതെ അതുകൊണ്ട് പോട്ടെ പോട്ടെ, അടിച്ച് കയറി വാടാ. രാസാക്കണ്ടേ? പോയാ? അതും പോയാ? ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഇത് നമുക്ക് വേണ്ട. നീ പിടിച്ചോണ്ടേ, നമുക്ക് തിരിച്ചു വിടാതെ. തിരിച്ചു വിടണോ? തിരിച്ചു വിടണം. പിന്നെ
നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? ഞാൻ തിരിച്ചു വേണ്ട എടുക്കുന്നില്ല മീനെ. പോയാ അത് അതിനൊന്നും കൊല്ലാൻ പാടില്ല. പോട്ടെ, ജീവിക്കട്ടെ. വീഡിയോ കട്ടി മനുഷ്യന്മാരെ, സമയം രാവിലെ 6:30 ആയതേ ഉള്ളൂ. ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പം വീണു പോവും, അങ്ങനത്തെ ചൂട്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല മച്ചന്മാരെ. സൗദിയിൽ ചൂട് കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മീൻ പിടിക്കാൻ വന്നപ്പോഴൊന്നും ഇത്രയും ചൂടില്ലായിരുന്നു രാവിലെ. അയ്യോ വയ്യ. അങ്ങെടുത്തേ ഇത് അന്നില്ല കളിച്ചു. പിടയ്ക്കാടാ. ജോസ് മോഹൻ ജൽത്തി കരോ. പുറത്തോടാണല്ലോ കയറിയിരിക്കുന്നത്. എന്റെ ദൈവമേ, എന്തുവാ ഇത്? പുറത്തൂടെ ഒക്കെ എടുത്തിട്ടാ. വാവ്. ചാടി പോകില്ലല്ലോ. ഇല്ലല്ല, ചാടി നോക്കില്ല. എവിടെ പോയി? പാരോ? പാര. ആ, എന്തോന്ന് ഐറ്റം വിനോദാണ് അത്? പാരയുടെ വേറെ പിടിക്കാൻ എളുപ്പമാണ്. ഭയങ്കര ബ്ലഡ് അല്ലേ ഇനി? ഇതാ കുറേ നേരം ആയല്ലോ ഇത് പിടിച്ച് കിടന്നിട്ട്. ഓ, ഇന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ റോക്കറ്റ് കിട്ടിയില്ലല്ലോ ഒന്നും. റോക്കറ്റ് ഇതേ അങ്ങോട്ട് ഓടണം. നിങ്ങൾക്കും കിട്ടി? ആ, ഇതോ നിന്റെ മാമൻ ചോദിക്കുന്നു നിന്റെ വിശേഷം. പറഞ്ഞുവിട്. മാമിക്കൊക്കെ എന്തുണ്ട് വിശേഷമൊന്നും? വിറ എന്ന് പറയണത്. ലാൻഡ് ചെയ്ത് നിഴലേ ഞാൻ നിന്നെ. വിനോദണ്ണ, നിങ്ങളെ കസാകുസ കയാകുസ. ആ, എന്നാലും കുഴപ്പമില്ല. വിനോദണ്ണ എന്ത് പറയണ? ആ, ഇത് നമ്മളെ കൊറോണയിലെ മാമനാണെന്ന് തോന്നില്ലേണോ? സംഭവം ഒരു അയലയിലെ ഷേപ്പ് ഉണ്ടല്ലേ? സാധനം കേട്ടോ, ഇത് കൊണ്ടുപോകണം. ഫ്രൈ ചെയ്യണം. അണ്ണ ഫ്രൈ അടിക്കുമോ? പിന്നെ പുന്നാരനാ? ഇത് കൊറോണയിൽ തന്നെയാണോ? അത് അല്ലെന്ന് തോന്നിട്ട് വേറെ മുഖത്ത് ഗൗരവം ഉണ്ട് കേട്ടോ ആളിന്. അത് അടിപൊളിയായിട്ടുണ്ടോ? രണ്ടും ഇവിടെ കാറ്റിന് സുഗന്ധം. ഒരു സമയത്ത് രണ്ടെണ്ണം ഒരുമിച്ച്. അത് കൊള്ളാം. അവർ ജോഡിയായിട്ട് നിന്നാണ് കേട്ടോ. ആരാത്തി എടുക്കും എന്നുള്ള മത്സരത്തിലായിരുന്നു. അങ്ങനെ ജോസ്മോൻ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ എല്ലാവരും സയാമീസ് ഒരു രാസിച്ചുകൊണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാണ് കേട്ടോ എല്ലാം കിടക്കില്ല. മതി. ഇന്നത്തെ മീൻപിടുത്തം ഇതൊക്കെയായിരുന്നു കേട്ടോ. പൊള്ളണമെന്ന് പറഞ്ഞാൽ മരണ ചൂട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടുവിട്ടാട്ടോ.